റെജിനേറ്റ് കിച്ചണിലേക്ക് സ്വാഗതം. റെജിനേറ്റ് കിച്ചൺ പുതുതായി കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണിലും അതോടൊപ്പം വരുന്ന ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ തീർച്ചയായും ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും. ചീര ചക്കക്കുരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്താ ഇൻഗ്രീഡിയൻസ് എന്ന് കാണാം. അപ്പോൾ ഈ ചക്കക്കുരു ഞാനൊരു 7 എണ്ണം ചക്കക്കുരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ഒരു പിടി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള ഉള്ളുവെങ്കിൽ അത് മതി. 2 പച്ചമുളക്, എരിവുള്ളതോ എരിവില്ലാത്തതോ. എരിവില്ലാത്തതാണെങ്കിൽ കുറച്ച് മുളക് പൊടി യൂസ് ചെയ്യുക അതിനകത്തേക്ക്. അപ്പം ഞാനൊരു 1/4 മുതൽ അര ടീസ്പൂണിനകം ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. ഇനി നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില, അതും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് വെള്ളം ഒഴിക്കാതെ അങ്ങ് ചതച്ചെടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ടുള്ളത്. ചീര ഞാൻ നല്ലവണ്ണം അരിയാതെ തന്നെ നല്ലൊരു കൈപ്പിടി ചീര എടുത്തിട്ട് വൃത്തിയായി കഴുകി ഒരു 6-7 തവണ കഴുകിയിട്ട് അരിഞ്ഞങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ആണ് നമുക്ക് ആദ്യം വേവിക്കാനുള്ളത്. അതിനായിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നുപരിപ്പോ കടലപ്പരിപ്പോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് കറിവേപ്പില ഒരു തണ്ട് ചേർക്കാം. അപ്പോൾ വലിയ സമയമൊന്നും ചിലവില്ല. നമുക്ക് ചീര കഴുകി വൃത്തിയാക്കേണ്ട സമയം കൊണ്ട് നമുക്ക് അത്ര മാത്രമേ ഉള്ളൂ. ചീര കഴുകി എടുക്കേണ്ട ഒരു ടൈമും അരിയേണ്ട ടൈമും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചക്കക്കുരു ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ചക്കക്കുരുവിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, ഒരു 1/4 മുതൽ അര ടീസ്പൂണിനകം. ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയിലുള്ള ചക്കക്കുരുവിൻ്റെ മൂപ്പ് അനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അതുമാതിരി ചീര നമ്മൾ എത്ര എടുക്കുന്നു. ചീരയ്ക്കൊന്നും അധികം വെള്ളം ആവശ്യം വരില്ല. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ചീരയിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. നോക്കുക, ഒരു 7-8 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ചക്കക്കുരു വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീര ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1 മിനിറ്റ് 2 മിനിറ്റെങ്കിലും നമുക്ക് ആവി കയറാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ചതച്ച് വെച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. ശരിക്കും തോരൻ ഇത്ര മാത്രമേ ഉള്ളൂ, പക്ഷേ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതൊരു ടേസ്റ്റ് നല്ലോണം എൻഹാൻസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരപ്പിട്ടു, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ചക്കക്കുരു വേകുമ്പോൾ തന്നെ 3/4 ഗ്ലാസ് ഒഴിച്ചതിൽ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഇതിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ ചൂടുവെള്ളം അങ്ങനെ തെളിച്ച് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചീര നമുക്ക് തോരനാവില്ല, അത് കടഞ്ഞ പോലെ ആവും. അപ്പോൾ ടേസ്റ്റ് നമുക്ക് അത്രയും നമ്മൾ ഉദ്ദേശിച്ച ടെക്സ്ചറാണ് കിട്ടാതെ ആവുക. അപ്പോൾ നമുക്ക് 2-3 മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെച്ച് സ്ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ചീരയ്ക്ക് അത്രയ്ക്കൊക്കെ വേവ് വേണ്ടു. അപ്പോൾ അതിനോടൊപ്പം ചക്കക്കുരു അഥവാ വേകാനുണ്ടെങ്കിൽ അതും വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായി വേവിച്ചെടുക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് ഉച്ചനേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈ ചക്കക്കുരു ഇപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും അത് പ്രിസർവ് ചെയ്യാനുള്ള രീതികളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് 1 വർഷം വരെ ചക്കക്കുരു ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവുക. വെള്ളം നമ്മൾ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവുന്ന ടൈമും കുറച്ച് കൂടും. അപ്പോൾ ഇതേ ഞാൻ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് വെള്ളം നല്ല കറക്റ്റായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ പാൻ വെച്ചിട്ടുണ്ട്, ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ അരി ചേർത്തു. ഇത് പുഴുക്കലരിയാണ്. പച്ചരി അല്ലെങ്കിൽ മട്ട അരി, പൊന്നിയരി ഇതൊക്കെ ചേർത്ത് നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇഡ്ഡലി പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യില്ലേ, ഒരു 2 മിനിറ്റൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ നന്നായി അങ്ങ് അരി പൊരിഞ്ഞു വരും. ആ അരി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചീര ചക്കക്കുരു തോരനിലേക്ക് ഇടാം. അപ്പോൾ അതൊരു നല്ലൊരു ടെക്സ്ചർ കൊടുക്കും. നമുക്ക് ചീരയൊക്കെ ഇങ്ങനെ ഉലർന്ന് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ചൂടായിട്ട് നമുക്ക്
ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കട്ടിംഗ് ബോർഡിൽ തന്നെ വെച്ചിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിയണമെന്നൊന്നുമില്ല കേട്ടോ. ഇതേ ഞാൻ പാനിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ചൂടായ നമ്മുടെ ആ തോരനിലേക്ക് നമ്മുടെ അരിപ്പൊടി വിതറി കൊടുക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾക്ക് അഥവാ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലാണെങ്കിൽ പോലും ഈ അരിപ്പൊടി അതങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ചൂടായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുക്കുക, ഇടുക, നമ്മൾക്ക് അപ്പോൾ തന്നെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അരി നന്നായി അതിൽ ഇരുന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കുതിർന്നു പോവും. അപ്പോൾ ആ ക്രഞ്ചിനെസ്, നമ്മൾ അരിപ്പൊടിയുടെ ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇട്ട ഉടനെ നമ്മുടെ അരി വറുത്തത് ഇട്ട ഉടനെ നമുക്കങ്ങ് കഴിക്കാം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.